ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണല്ലോ പ്രധാനപ്പെട്ട വാർത്താ വിഷയം. ഇറാൻ വളരെ റെസിലിയൻ്റ് ആയിട്ടുള്ളൊരു പ്രതിരോധം, ഒരു യുദ്ധം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരർത്ഥത്തിലൊരു അസിമെട്രിക് വാർഫെയർ അത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ പോലെയുള്ളൊരു സൂപ്പർ പവറിനെ ഒരർത്ഥത്തിൽ മുട്ടുകുത്തിച്ചു എന്ന് പറയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന ഒരു രാഷ്ട്രത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇന്നത്തെ ഈ ഒരു യുദ്ധം നാം പരിഗണിക്കുമ്പോൾ അവരുടെ നയങ്ങൾ, അതിൻ്റെ രൂപീകരണം, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു യുദ്ധത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. 1980-കളിൽ നടന്ന ഒരു യുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധം. അന്ന് സദ്ദാം ഹുസൈനാണ് ഇറാനെ ആക്രമിച്ചത്. അന്ന് ആക്രമിക്കുമ്പോൾ സദ്ദാം ഇറാഖികളോട് പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് ഞാൻ ടെഹ്റാൻ കീഴടക്കുമെന്നാണ്. ഒരാഴ്ച കൊണ്ട്. ആ യുദ്ധം ഏതാണ്ട് 8 കൊല്ലക്കാലം നീണ്ടു നിൽക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്യുകയുണ്ടായി. ആ യുദ്ധം യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു യുദ്ധമാണ്. അതിന് കാരണം നമുക്കറിയാം 1979-ലാണ് ഇറാനിൽ ഒരു വിപ്ലവം സംഭവിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന വലിയൊരു വിപ്ലവത്തിന് ശേഷം ഏതാണ്ട് ശൈശവ ദശയിലുള്ള ഒരു രാഷ്ട്രമാണല്ലോ അന്ന് ഇറാൻ. കാരണം നമുക്കറിയാം 80-ലാണ് ഞാൻ പറഞ്ഞ യുദ്ധം നടക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിനകം തന്നെ ഒരു വിപ്ലവാനന്തരം ശൈശവ ദശയിലുള്ള ഒരു രാഷ്ട്രം നേരിടേണ്ടി വന്ന വലിയൊരു യുദ്ധമാണ് അവർ നേരിട്ടത്. നമുക്കറിയാം ഇന്ന് അറബ് വിപ്ലവാനന്തരം നടന്ന പല രാജ്യങ്ങളിലും എങ്ങനെയാണ് ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാവുകയും വിപ്ലവങ്ങളെല്ലാം അസ്തമിച്ചു പോവുകയും ചെയ്തതെന്നറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ചിന്തിച്ചു നോക്കുക. അത്തരത്തിൽ തന്നെ തീർത്തും ദുർബലമായ ഒരു ഘടനയിലുണ്ടായിരുന്ന ഇറാനെയാണ് അന്ന് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് ആക്രമിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയൊരു പതനം അവർക്കുണ്ടാകുമായിരുന്നു. പക്ഷേ ആ ഒരു യുദ്ധത്തിൽ, ആ ഒരു സുദീർഘമായ 8 വർഷം നീണ്ട യുദ്ധത്തിൽ ഇറാൻ എങ്ങനെ അതിനെ നേരിട്ടു എന്നതാണ് ഒരർത്ഥത്തിൽ ഇറാൻ എന്ന രാഷ്ട്രത്തെ തന്നെ, അതിൻ്റെ രൂപീകരണത്തെ തന്നെ നിർണായകമായിട്ട് സ്വാധീനിച്ചത്. ഒരുപക്ഷെ ഇറാൻ്റെ വിപ്ലവ നേതാവായിട്ടുള്ള ആയത്തുള്ള ഖുമൈനി ഇങ്ങനെ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. വാർ ഈസ് എ ബ്ലെസ്സിങ്, അതായത് യുദ്ധം ഒരു അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ചില ഉദ്ധരണികളൊക്കെ കാണാം. അത് ഈ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രധാനമായും 3 കാര്യങ്ങൾ ഈ ഒരു ഇറാൻ ഇറാഖ് യുദ്ധം, ഈ 3 നിർണായകമായ രീതികളിൽ എങ്ങനെയാണ് ഇറാൻ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെ സ്വാധീനിച്ചത് എന്നതാണ് നാം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത്, ഈ യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ ഇറാൻ തിരിച്ചറിഞ്ഞൊരു വസ്തുതയുണ്ട്. അതായത് തങ്ങളുടെ ഈ ഒരു റെവല്യൂഷണറി ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ട്, ആ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർക്ക് വളരെ ചുരുക്കം അലൈസ് മാത്രമേ ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ആദ്യം തന്നെ ആ യുദ്ധം നൽകിയെന്ന് പറയാം. കാരണം ഇറാഖിലെ സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നത് അന്ന് അമേരിക്കയായിരുന്നു. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അന്ന് ഇറാനെതിരെ സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്ക വലിയ സൂപ്പർ പവർ ആയിരുന്നതുപോലെ USSR എന്നൊരു സൂപ്പർ പവർ ആയിരുന്നു. USSRും ഒരർത്ഥത്തിൽ ഇറാനെതിരെയായിരുന്നു അന്ന് നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ ലഭ്യമാവുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു രാഷ്ട്രം, ആ ശൈശവദശയിലുള്ള ആ രാഷ്ട്രം അന്ന് അതിനെ നേരിട്ടത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇറാഖ് വളരെ പെട്ടെന്ന് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല എണ്ണ സംഭരണികളും ഉള്ള പ്രധാനപ്പെട്ട പല ഇറാൻ്റെ പ്രൊവിൻസുകളും പിടിച്ചെടുക്കുകയുണ്ടായി ആ യുദ്ധത്തിൽ. പക്ഷേ ഇറാൻ ക്രമേണയായിട്ട് ചെറുത്തുനിൽപ്പിലൂടെ ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷമാണ് ഈ പല പ്രൊവിൻസുകളും അവർ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു ഒറ്റപ്പെടൽ, ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ, തങ്ങൾക്ക് എവിടെ നിന്നും ആയുധങ്ങൾ ലഭ്യമാവില്ല എന്ന തിരിച്ചറിവ്, ഇതെല്ലാം തന്നെ ആ ഒരു രാഷ്ട്ര രൂപീകരണത്തിന്
നിർണായകമായ ഒരു സ്വാധീനമായി തീരുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 1988 ഈ യുദ്ധം അവസാനിച്ച ഉടനെ തന്നെയാണ് ഇറാൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വികാസം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ കൂടുതലും സെൽഫ് റിലയൻ്റ് ആവണം. മറ്റാരെയും നമുക്ക് ഒരർത്ഥത്തിലും ആശ്രയിക്കാൻ കഴിയില്ല. സ്വന്തമായി റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമായി തീരണം എന്നൊരു ചിന്ത അവിടുത്തെ ലീഡേഴ്സിനെതിരെ ഉണ്ടായി വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം മറ്റ് മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ അറബ് രാജ്യങ്ങളോ അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പ്രതിരോധവും ആയുധങ്ങളും മറ്റും വാങ്ങിക്കുക അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ സ്വന്തമായ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇന്നറിയാം ഈ ഒരു മിസൈലും ഡ്രോണും ഒക്കെയാണ് ഇന്ന് അമേരിക്കയ്ക്ക് തലവേദന തീർത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഇറാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നതും കൃത്യമായിട്ട് ഈ ഒരു യുദ്ധത്തിനെ നേരിടേണ്ടി വന്നത് മൂലവും അതിനുശേഷവുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോ അലയൻസ് നോ ചോയ്സ് എന്നൊരു സിറ്റുവേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ അർത്ഥത്തിലാണ് അവർ തുടങ്ങുന്നത്. രണ്ടാമത്തെ രീതിയിൽ ഇറാനെ സഹായിച്ചത് നമുക്കറിയാം. ഇറാൻ അന്ന് 1980-കളിൽ വിപ്ലവം സംഭവിച്ചതിന് ശേഷം ഉടനെയുള്ള കാര്യമാണ്. നമുക്കറിയാം ഒരു ഷിയ ബേസ്ഡ് വിപ്ലവമാണ് അവിടെ നടന്നത്. അങ്ങനെ അന്നത്തെ ആ ഷിയ റവല്യൂഷണറീസിന് ഇമാം ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഗ്രൂപ്പിന് വളരെ വലിയ സ്വാധീനം അന്നുണ്ടായിരുന്നുവെങ്കിലും അവരൊരു അപ്രമാദിത്വം ഉണ്ടായിരുന്നില്ല. അവരല്ലാതെ മറ്റ് നിരവധി ഗ്രൂപ്പുകളുണ്ടായിരുന്നു. നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു, കുർദിഷ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, ലെഫ്റ്റിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ടത് പോപ്പുലർ പീപ്പിൾ മുജാഹിദീൻ ഓർഗനൈസേഷൻ പ്രധാനപ്പെട്ട ഒരു ലെഫ്റ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധം ഒരർത്ഥത്തിൽ ഷിയ റവല്യൂഷണറീസിന് വലിയ രീതിയിൽ സഹായകമായി തീർന്നു. കാരണം അവർക്ക് അവരുടെ ശക്തി കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാനും അരക്കെട്ടുറപ്പിക്കാനും മറ്റ് ചെറിയ വിഭാഗങ്ങളെ ഈ ഒരു നാഷണൽ യൂണിറ്റിയുടെ ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റേതായ ഒരു പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനും ഒരുപക്ഷെ അവരെയൊക്കെ അരികുവൽക്കരിക്കാനും അധികാരം കൂടുതൽ കൈയടക്കാനും ആ അർത്ഥത്തിൽ ഷിയ റവല്യൂഷണറീസിനെ ഈ ഒരു യുദ്ധം വഴി അവർ സഹായകമായി തീർന്നു എന്ന് പറയാം. അപ്പോൾ ആ അർത്ഥത്തിലൊരു ഇന്ന് ഇറാൻ ഭരിക്കുന്ന ഭരണകൂടം റെജീമിന് അധികാരം കൺസോളിഡേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചത് ഇറാഖ് 8 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധമായിരുന്നു എന്ന് നമുക്ക് പറയാം. മൂന്നാമത് ഈ ഒരു ഇറാൻ എന്ന ഇന്ന് നാം കാണുന്ന രാഷ്ട്രത്തിലെ രൂപീകരണം, അതിൻ്റെ ഒരു സിസ്റ്റം നിർമ്മിക്കപ്പെടുന്നത് കൃത്യമായും ഈ യുദ്ധത്തിന് ശേഷവും യുദ്ധത്തിൻ്റെ അനുഭവങ്ങളുമാണ് എന്ന് പറയാം. പ്രധാനമായി യുദ്ധഭൂമിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പട്ടാളക്കാരായി യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തിരുന്ന ആളുകളാണ് പിന്നീട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലേക്ക് യുദ്ധാനന്തരം കടന്നു ചെല്ലുകയും അവിടെയെല്ലാം അതിനനുസൃതമായി ഉള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുവാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്നും അവിടുത്തെ ടോപ്പ് ലീഡേഴ്സിൽ ഏതാണ്ട് എല്ലാ ആളുകളും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ തോളോട് തോൾ ചേർന്ന് പൊരുതിയ ആളുകളിൽ നിന്ന് വരുന്നവരാണ്. നമുക്കറിയാം കൊല്ലപ്പെട്ട അലി ഖാംനേയി ആവട്ടെ, അലി ലാർജാനി ആവട്ടെ, ഇപ്പോൾ ഇന്ന് സീസ് ഫയറിനും മറ്റ് സംഭാഷണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അബ്ബാസ് അറാഖ്ചി ആവട്ടെ, പിന്നെ അവിടുത്തെ സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ഗാലിബാഫ് ആവട്ടെ, ഇവരെല്ലാം ഒരർത്ഥത്തിൽ തോളോട് തോൾ ചേർന്ന് അന്ന് ഇറാഖിനെതിരെ യുദ്ധം ചെയ്ത പട്ടാളക്കാരിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊരു പട്ടാളക്കാർ എന്ന നിലയിൽ ഇവർക്ക് ഇടയിൽ ഉള്ള ഒരു ഐക്യമുണ്ട്. ഒരു ആർമി ബ്രദർഹുഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരുമിച്ച് വലിയ ഒരു യുദ്ധത്തെ നേരിട്ട ആ ഒരു തീച്ചൂളയിൽ രൂപപ്പെട്ട ഒരു സാഹോദര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്രൂപ്പിനെ നിലനിർത്തുന്നതെന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായത്. അവിടുത്തെ പ്രധാനപ്പെട്ട കുറേയേറെ നേതാക്കളെ വധിച്ചു കഴിഞ്ഞാൽ അതോടെ ഇറാൻ ഭരണകൂടം താഴെ വീഴുമെന്ന അമേരിക്കയുടെ കണക്കൂട്ടിൽ തെറ്റുന്നതിനും ഒരു കാരണം ഇതാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇത്തരത്തിൽ ആർമി ബ്രദർഹുഡിൻ്റെ അടിസ്ഥാനത്തിൽ
രൂപപ്പെട്ട ആളുകളാണ് ഓരോ മേഖലകളിലേക്കും കടന്നു ചെന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ആഴത്തിൽ അതിൻ്റെ ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഡെവലപ്പ് ചെയ്തതും അതിനെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവരുടെ ഒരു ഔട്ട്ലുക്ക് ഇവർ ഏത് രീതിയിലാണ് ഈ രാഷ്ട്രം രൂപപ്പെട്ടതെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് ഇത് സമൂഹത്തിലാകമാനം ആണ്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു 1-2 ആളുകളെ വധിച്ചതുകൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നാം നേരത്തെ പറഞ്ഞ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ഹ്യൂമൻ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ നേരത്തെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു യുദ്ധമായിരുന്നു ഇറാൻ-ഇറാഖ് യുദ്ധമെങ്കിലും അത് ഒരർത്ഥത്തിൽ ഇറാൻ എന്ന രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുകയും അതിനെ വിപ്ലവാനന്തര ഇറാനെ കൃത്യമായ നിലയിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്ത ഒരു യുദ്ധമായിരുന്നു. ഇപ്പോൾ നടക്കുന്ന അമേരിക്ക-ഇറാൻ യുദ്ധവും ഈ അർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഇറാന് ശരിക്കും പറഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇറാനിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും വധിക്കപ്പെട്ടു. എന്നിരിക്കെ തന്നെ സമാനമായ വിധത്തിൽ ഒരുപക്ഷെ ഇറാനെ ഭാവിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു യുദ്ധമായി ഇത് മാറുകയാണ് എന്ന് ഒരുപക്ഷെ നിരീക്ഷകർ പറയുന്നതിന് കാരണവും ഇതായിരിക്കും. ഒരുപക്ഷെ വാർ ഈസ് എ ബ്ലെസ്സിങ്, യുദ്ധം ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ അയത്തുള്ള ഖുമൈനിയുടെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നതിനാണോ ചരിത്രം സാക്ഷ്യം വഹിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.